ഇലയില്ലാത്ത ഇത് എന്ത് ചെടിയത്? ഈ ഇലയൊന്നും കാണുന്നില്ല. ഇതൊരു അത്ഭുത സസ്യമാണ്. അത്ഭുത സസ്യം. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടോ? അപ്പൊ ഇത് ഒരു പ്രത്യേകതരം ഇത് പൊള്ളയല്ലേ? ഇതിന്റെ അകം പൊള്ളയാ. അകം പൊള്ളയ. അപ്പൊ ഇത് എന്തെങ്കിലും മരുന്നിന് ഉപയോഗിക്കുന്ന ചെടിയാണോ? മരുന്നിന് ഉപയോഗിക്കുന്ന ഇതിന്റെ കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിഴങ്ങ് അത് പൈൽസിനുള്ള മരുന്നാണ്. പൈൽസ് രോഗമുണ്ടല്ലോ, ഏതൊരു പൈൽസ് തന്നെ ബുദ്ധിമുട്ടുന്നവർ മൂലക്കുരു എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ചെടിയുടെ മരുന്ന് ഉപയോഗിച്ചാൽ മാറും. അതെ. നമ്മളിവിടുന്ന് ഇതിന്റെ മരുന്ന് ഉപയോഗിച്ച് നമ്മൾ ഒത്തിരി ആളുകൾക്ക് നമ്മൾ മരുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പൈൽസ് കംപ്ലീറ്റ് മാറണമെങ്കിൽ എത്ര ദിവസം കഴിക്കണം ഈ മരുന്ന്? ഈ മരുന്ന് നമ്മൾ ഓയിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കിഴങ്ങെടുത്ത് ഓയിലാക്കും. അപ്പൊ ആ ഓയിൽ എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ആ ഓയിൽ ഉള്ള കഴിക്കാവോ? ഉള്ളേ കഴിക്കാം. ഇനി പുറമേ വരുന്ന കേസുകളാണെങ്കിൽ പുറമേ തൂത്ത് കൊടുത്താൽ മാത്രം മതി. എങ്ങനെ ഈ മൂലം തള്ളി വരുമ്പോ തൂത്ത് കൊടുത്താൽ മതി? അതെ. അപ്പൊ അത് പൂർണ്ണമായിട്ട് മാറുമോ? ഉള്ള കഴിച്ചാലേ പൂർണ്ണമായിട്ട് മാറുള്ളൂ? ഇല്ല. പുറമേ ഉള്ള കേസ് പുറമേ തൂത്താൽ മാത്രം മതി. അപ്പൊ തൂത്ത് കഴിയുമ്പോ ഈ മൂലം ചുരുങ്ങി പോകും. മൂലം ഈ പുറത്തേക്ക് ഒരു ബോൾ ആകൃതിയിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ബോളാകൃതി. അത് നമ്മള് രാവിലെ ബാത്റൂമിൽ പോയി അതിനുശേഷം നമ്മളൊന്ന് തുടച്ചേച്ചിട്ട് ഇതൊന്ന് വെറുതെ ഒരു 2 ഡ്രോപ്പ് തൂത്ത് കൊടുത്തു. 2 തുള്ളി ഇങ്ങനെ നൈസായിട്ട് തൂത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എത്ര ദിവസം തൂക്കേണ്ടി വരും? ഇത് സാധാരണ ഒരാഴ്ച കൊണ്ട് മൂലം ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ ഇവരുടെ എരിച്ചില് പുകച്ചില് അങ്ങനെ വേദന എല്ലാം മാറും, എല്ലാം കുറയും. അപ്പൊ ഈ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് നിൽക്കും. പിന്നെ അതിനുശേഷം ഒരു മാസം കൊണ്ട് തീർത്ത് മാറും. 1 മാസം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മൂലം തള്ളുന്ന മൂലക്കുരു കൊണ്ടുള്ള പിന്നെ അത് തീർത്ത് മാറിയ സുഖപ്രാപ്തി പിന്നെ ഉണ്ടാകില്ല. അപ്പൊ ആ ഡിസീസ് മൊത്തം മാറിക്കിട്ടും. അസുഖം മാറും. അപ്പൊ ഏത് പഴകിയ രോഗം മാറുമോ? എത്ര പഴയ, അതായത് നമ്മുടെ ഇടയ്ക്ക് വരുന്ന കേസുകൾ മുഴുവൻ ഒരു 10, 15, 20 വർഷമായ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ വരുന്നത്. അനുഭവിച്ച് പലയിടത്തും പോയി ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത കേസുകൾ മാത്രം. അപ്പൊ ഇതിന് ഫലപ്രദമായിട്ടുള്ള മരുന്ന് പലയിടത്തും കിട്ടാറില്ല. ഇല്ലില്ല. അതുകൊണ്ടാണല്ലോ ഇത് മാറാത്തത്. അതുകൊണ്ടാണ് മാറാത്തത്. കാരണം ആയുർവേദത്തില് ഇത് ഇങ്ങനെ ഒരു മരുന്നിനെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല. പ്രതിപാദിച്ചിട്ടില്ല. ഇല്ലില്ല. അപ്പൊ ഈ ജോഷിച്ചേട്ടന്റെ അടുത്ത് ഈ മരുന്നുണ്ട് ഇതിന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെങ്ങടെ ഭർത്താവാണ് ഇത് ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്, ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പോയതിനു ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ചു കാലം നമ്മൾ ചികിത്സ ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ എത്ര വർഷം? അദ്ദേഹത്തിന് ഇപ്പൊ 3 വർഷം. 3 വർഷം. അപ്പൊ 2 വർഷം നമ്മൾ ചികിത്സ ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ ജോഷിച്ചേട്ടൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര 6 മാസമായോ? അല്ല, ഞാനിപ്പോ ഒരു വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ചെടിയുടെ കിഴങ്ങെടുത്ത ഓയിൽ ഉണ്ടാക്കുക. ഇതിന്റെ കിഴങ്ങെടുത്ത് നമ്മൾ ഓയിൽ ഉണ്ടാക്കുക. അതിനൊരു പ്രത്യേക വിധിപ്രകാരമൊക്കെ ഉണ്ടായിരിക്കും. അത് വെളിപ്പെടുത്തിയല്ലോ. അത് പറയാൻ പറ്റിയല്ലോ. അത് വെളിപ്പെടുത്തണ്ട. നമുക്ക് രോഗം മാറി കിട്ടിയാൽ മതി. മാത്രമല്ല നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു സേവനമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പൈസ എങ്ങനെയാ മേടിക്കുന്നത്? നമ്മള് അതായത് നമ്മളെ ചെലവ് കാശ് മാത്രം അവരുടെ നിന്ന് വാങ്ങിക്കുന്നു. അപ്പൊ ഇത് രോഗം മാറിയാൽ നമ്മള് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള ഇതൊരു ബിസിനസ് അല്ല. അപ്പൊ ഇത് രോഗം മാറുമ്പോൾ ഇതിന് മുടക്ക് വരുന്ന പൈസ നമ്മൾ വാങ്ങുന്നേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഒരു സേവനമായിട്ടായിരുന്നു. സേവനം മാത്രമേ ഉള്ളൂ. കാരണം പാരമ്പര്യ ചികിത്സയില് കൂടുതലും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവർക്കത് ഒരു ലാഭത്തിന് വേണ്ടിയല്ല. ആൾക്കാരുടെ ഒരു രോഗം മാറുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു സന്തോഷം. അതെ, അവരിങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ അപ്പൊ ദൈവം നമുക്ക് തന്ന അറിവ് ഉപയോഗിച്ച് നമ്മൾ പലർക്കും ഈ മരുന്ന് പ്രയോഗിക്കുമ്പോൾ രോഗം മാറുന്നു. അന്നേരം നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു സന്തോഷം. അതെ. മാത്രമല്ല അവർ വിളിച്ച് പിന്നെ അതുപോലെ തന്നെ അവർക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഈ വിവരങ്ങൾ അറിയിക്കുക. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ഇവര് വരുന്നത്. നമ്മളിത് അതായത് അളിയൻ പോയതിനു ശേഷം നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ആളുകളുടെ നിർബന്ധപ്രകാരമാണ് വീണ്ടും നമ്മൾ. ഇത് ഒത്തിരി ആൾക്കാർക്ക് ആശ്വാസമാണ്. അപ്പൊ ഇങ്ങനെ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന അനേകർക്ക് ഒരു അനുഗ്രഹമാണ്. അപ്പൊ അത് ജോഷിച്ചേട്ടൻ ചെയ്യുന്ന വലിയ കാര്യമാണ്. അതെ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായത്. അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങാനുണ്ടായ കാരണം. അപ്പൊ ഇത് ആവശ്യക്കാർക്ക്
ആരും അന്വേഷിച്ച് വന്നാലും ഈ മരുന്ന് ലഭ്യമാണ്. തീർച്ചയായിട്ടും. പൈൽസിന്റെ രോഗങ്ങൾ മൂർധന്യാവസ്ഥ വരുന്നത് മഴക്കാലത്താണോ വേനൽക്കാലത്താണോ? ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ് ഇത് കൂടുതലായിട്ട്. വേനൽക്കാലത്ത് ഇത് കൂടുതലായിട്ടും വരുന്നത് അല്ലേ? മഴക്കാലത്ത് സ്വല്പം കുറവുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് എരിവ്, പുളിയ്, അതുപോലെ തന്നെ മദ്യം, അതുപോലെ കോഴിമുട്ട, കോഴിയിറച്ചി, ഇതൊക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും അധികം ഇത്. അപ്പൊ ഈ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് വിരോധമുള്ള കോഴിമുട്ടയോ കോഴിയിറച്ചിയൊക്കെ കഴിക്കുന്നതിൽ പിന്നെ തടസ്സമുണ്ടോ? 1 മാസം നമ്മുടെ ട്രീറ്റ്മെന്റിന് ശേഷം നമുക്ക് എന്തും കഴിക്കാം. അപ്പൊ പൂർണ്ണ ആരോഗ്യവാനായി. അപ്പൊ ഇത് കംപ്ലീറ്റ് മാറി. അപ്പൊ അതാ ഞാൻ ഈ പൈൽസ് എന്ന് പറഞ്ഞ രോഗം ഇങ്ങനെ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇത് പലർക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ശാപമായിട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു ശാപമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ഇത് മാറിയവരാണ് നമ്മളെ സന്തോഷത്തോടു കൂടി വിളിപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതും. ഒപ്പം തന്നെ ഇത് 100% മാറുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫിഷറ ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾ മാറ്റിയല്ല. അപ്പൊ ജോഷിച്ചേട്ടന് ഈ മൂലക്കുരു മാറ്റുള്ളൂ. പൈൽസിന് മാത്രമേ നമുക്ക് ചികിത്സയുള്ളൂ. ഫിഷറ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അത് വേറെ ഐറ്റം, അത് വേറെ രോഗം. അതിന് ചികിത്സയില്ല. അപ്പൊ ഇത് ഈ മൂലം തള്ളുന്ന ഏത് രോഗം അല്ല, ഈ മൂലക്കുരു പൈൽസ് അത് മാറ്റുമെന്നുള്ളത് ഉറപ്പാ, ഗ്യാരണ്ടിയാ. ഓക്കെ, ആ 100% നമുക്ക് ഇവിടെ ഗ്യാരണ്ടി. 100% മാറ്റിയിരിക്കും. പഥ്യം എന്ന് പറയുന്നത് കടുത്ത പഥ്യമൊന്നുമല്ല, 1 മാസത്തെ ചെറിയ പഥ്യമുള്ളൂ. അപ്പൊ ആ കാലയളവില് കോഴിയിറച്ചി, കോഴിമുട്ട ഒന്നും കഴിക്കാൻ പാടില്ല. ആ സമയത്ത് ഒഴിവാക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു അത്യാവശ്യം ഒരു പാർട്ടി വന്നു, ഒരു കല്യാണം വന്നു, അവന് കുറച്ച് ബീഫ് അല്ലെങ്കിൽ ഇത്തിരി കോഴിയൊക്കെ കഴിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ 1 തവണയൊക്കെ പാടുള്ളൂ. അല്ല, അത് കഴിക്കാതിരിക്കുന്ന ആളോ നല്ലത്, ഏറ്റവും നല്ലത് അങ്ങനെയാണ്. പിന്നെ പഥ്യം തെറ്റി എന്ന് വിചാരിച്ച് ഇത് മാറുമെന്നുണ്ടെങ്കിൽ ആരും പദ്യം തെറ്റിക്കാറില്ല. ഇല്ല. അപ്പൊ അതാ അതിന്റെ ശരി. അപ്പൊ ഇത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇവിടെ തിരിച്ചു പോകാം. ജോഷിച്ചേട്ടന്റെ അടുത്ത് വന്നാ. അപ്പം ജോഷിച്ചേട്ടന്റെ ഈ അടുത്ത് വരാനുള്ള ജോഷിച്ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞു ആൾക്കാർക്ക് ഉപകാരപ്രദം. സാധാരണ നമ്മള് അകലെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൊറിയർ അയച്ചു കൊടുക്കുക സാധാരണ ചെയ്യുന്നു. അല്ല, ജോഷിച്ചേട്ടന്റെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്പർ തരാം. തന്നാൽ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 75 ഉറക്കെ പറഞ്ഞോ, എല്ലാരും കേൾക്കട്ടെ. 75 10 83 83 0789 നമ്പറിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഇത് എവിടെയാ സ്ഥലമായിട്ട് വരുന്നത്? നമ്മുടെ പാലായില്, കോട്ടയം ജില്ലയിലെ പാലായിലാണല്ലോ. പാലായില് ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള വഴിയും കൂടെ ഒന്ന് പറഞ്ഞത്. കൊല്ലപ്പള്ളിന്ന് നമ്മുടെ കുറുമണ്ണി വന്നാൽ മതി. കുറുമണ്ണി വന്നാച്ച പിന്നെ ഉള്ള റോഡും കൂടെ 1 കിലോമീറ്റർ കയ്യൂർ റോഡ്. 1 കിലോമീറ്റർ കയ്യൂർ റോഡാ, നമ്മുടെ ആ കുളത്തിന്റെ സൈഡിൽ കൂടെയുള്ള റോഡ്. അപ്പൊ 1 കിലോമീറ്റർ വന്നാൽ ജോഷിച്ചേട്ടനെ അന്വേഷിച്ച ആരാ പറഞ്ഞു വിളിച്ചിട്ടേ വരാവുള്ളൂ. മിക്കവാറും ഞാൻ ഇവിടെ ഉണ്ടാവണമെന്നില്ല. ഇല്ല. അപ്പൊ ഓരോ നല്ല തിരക്കിലായിരിക്കും. തിരക്കുള്ള സമയങ്ങളിൽ വീട്ടിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ജോഷിച്ചേട്ടൻ ഇവിടെ കാണും. ഞാൻ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ചാൽ മതി, നമ്മൾ കൊറിയർ അയച്ചു തരും. അപ്പൊ ഈ വിവരങ്ങളെല്ലാം തന്നേന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ.